നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർകോട്ട് ആവേശത്തിരയിളക്കി സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പ്. മാധ്യമപ്രവർത്തകരുടെ വീറും വാശിയും പ്രകടമായ കമ്പപ്പോരിൽ മലപ്പുറം പ്രസ് ക്ലബ് ജേതാക്കളായി. കമ്പത്തട്ടിൽ ആവേശമുയർത്തി ജനപ്രതിനിധികളും സെലിബ്രിറ്റി താരങ്ങളും കൊമ്പുകോർത്തപ്പോൾ അത് കൗതുക കാഴ്ചയായി. കാസർഗോഡ് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സിനിമാ താരങ്ങളും പൊതുപ്രവർത്തകരും തമ്മിലുള്ള സൗഹൃദ മത്സരം നടന്നത്. വന്യജീവി ആക്രമണത്തിനെതിരെ നടത്തുന്ന CCF ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമുള്ള കർഷക മുന്നേറ്റ ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി കുമ്പളയിലെ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ട റോഡ് അടച്ചിട്ടു. യാത്രക്കാരെ നടുറൂട്ടിൽ ഇറക്കിവിട്ട് ബസ്സുകൾ. പ്രതിഷേധത്തിൽ യാത്രക്കാർ. എണ്ണപ്പാറയിലെ ദളിത് പെൺകുട്ടിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിഷേധിച്ച് വ്യവസായി വിദ്യാധരൻ കാട്ടൂർ. കനത്ത മഴയിൽ ദേശീയപാതയിൽ പലയിടത്തും വിള്ളലും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തതോടെ ആശങ്കയിൽ ജനങ്ങൾ. കല്യാൺ റോഡിന് സമീപവും കൂളിയങ്കാലിലും സർവീസ് റോഡ് ഇടിഞ്ഞു വീണത് പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. വാർത്തകൾ വിശദമായി. കാസർകോട്ട് ആവേശത്തിരയിളക്കി സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പ്. മാധ്യമപ്രവർത്തകരുടെ വീറും വാശിയും പ്രകടമായ കമ്പപ്പോരിൽ മലപ്പുറം പ്രസ് ക്ലബ് ജേതാക്കളായി. ഉത്തരമേഖലാ വടംവലി ചാമ്പ്യൻഷിപ്പിൽ DYFI ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി കളത്തിലിറങ്ങിയ കൊസാംബി ബേത്തൂർ പാറയാണ് കിരീടം ചൂടിയത്. കമ്പയുടെ ചലനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൊമ്പുകോർക്കുന്ന എതിരാളികളെ മുട്ടുകുത്തിക്കുന്ന കമ്പപ്പോരിന്റെ ആരവങ്ങളായിരുന്നു കാസർഗോട്ട് ഇന്നലെ രാത്രി നിറയെ. ആവേശം കൊടുമുടി കയറിയപ്പോൾ മഴ പോലും ഒന്ന് മാറി നിന്നു. കമ്പത്തട്ടിനെ വിറപ്പിച്ച് ടീമുകൾക്കായി കാളക്കുറ്റന്മാരെ പോലെ ഓരോരുത്തരും കമ്പ ആഞ്ഞു വലിച്ചപ്പോൾ ഗ്യാലറി ആവേശം കൊണ്ട് വീർപ്പുമുട്ടി. കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ആതിഥേയത്വം വഹിച്ച സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പും ഉത്തരമേഖലാ വടംവലി ചാമ്പ്യൻഷിപ്പും ഇതുവരെയായും കാണാത്ത ആവേശപൂരമാണ് കാസർഗോഡിന് സമ്മാനിച്ചത്. സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് പ്രസ് ക്ലബിന്റെ 2 ടീമുകളും കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് ടീമുകളും KUWJ സംസ്ഥാന ടീമും ഉൾപ്പെടെ 8 ടീമുകളാണ് കൊമ്പുകോർത്തത്. വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിൽ കണ്ണൂർ പ്രസ് ക്ലബിനെ പരാജയപ്പെടുത്തി മലപ്പുറം പ്രസ് ക്ലബ്ബ് കപ്പുയർത്തി. KUWJ സംസ്ഥാന കമ്മിറ്റി ടീം 3-ാം സ്ഥാനവും പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് 4-ാം സ്ഥാനവും നേടി. വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും ട്രോഫികളും സമ്മാനിച്ചു. കമ്പവലിയുടെ മനോഹാരിതയും ആവേശവും സമന്വയിച്ച മത്സരമായിരുന്നു ഉത്തരമേഖലാ വടംവലി ചാമ്പ്യൻഷിപ്പിൽ കണ്ടത്. DYFI ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി കൊസാംബി ബേത്തൂർ പാറയും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജിംഖാന മാവുങ്കാലും AIYF ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി യുവതാര അരമങ്ങാനവും യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ബ്രദേഴ്സ് കൂടാനവും സ്കിന്നേഴ്സ് കാസർഗോഡിന് വേണ്ടി AKG ചാമക്കുഴിയും മറ്റു ടീമുകളായ AKG വട്ടംതട്ട, PRS പെർള, ഭഗവതി പൊടിപ്പളം, വൈഗ ഫ്രണ്ട്സ് പള്ളത്തടുക്ക എന്നീ ടീമുകളാണ് ഉത്തരമേഖല വടംവലി ചാമ്പ്യൻഷിപ്പിൽ കൊമ്പുകോർത്തത്. ആവേശം അണപൊട്ടിയൊഴുകിയ ഫൈനൽ മത്സരത്തിൽ ജിംഖാന മാവുങ്കാലിനെ മുട്ടുകുത്തിച്ച് കൊസാംബി ബേത്തൂർ പാറ കിരീടം ചൂടി. യുവതാര അരമങ്ങാനം 3-ാം സ്ഥാനവും AKG ചാമക്കുഴി 4-ാം സ്ഥാനവും നേടി. ആഘോഷ നിറവിൽ വിജയികൾക്കുള്ള ട്രോഫികളും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു.
കാസർഗോഡ് പ്രസ് ക്ലബിനോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ വെൽഫിറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടന്നത്. വടംവലി അസോസിയേഷൻ ഭാരവാഹികൾ അടങ്ങുന്ന ടെക്നിക്കൽ കമ്മിറ്റിയാണ് മത്സരം നിയന്ത്രിച്ചത്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ സഹകരണവും ചാമ്പ്യൻഷിപ്പിനുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കമ്പത്തട്ടിൽ ആവേശമുയർത്തി ജനപ്രതിനിധികളും സെലിബ്രിറ്റി താരങ്ങളും കൊമ്പുകോർത്തപ്പോൾ അത് കൗതുക കാഴ്ചയായി. കാസർഗോഡ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സിനിമാ താരങ്ങളും പൊതുപ്രവർത്തകരും തമ്മിലുള്ള സൗഹൃദ മത്സരം നടന്നത്. വീറും വാശിയും നിറഞ്ഞ കമ്പപ്പോരിൽ പൊതുപ്രവർത്തകരുടെ അനുഭവക്കരുത്തിന് മുന്നിൽ സ്ക്രീനിൽ വിസ്മയം തീർക്കുന്ന താരങ്ങൾക്ക് അടിപതറി. കാസർഗോഡ് വടംവലി ആരവങ്ങൾ സാധാരണമാണെങ്കിലും കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനപ്രതിനിധികളും സെലിബ്രിറ്റി താരങ്ങളും കൊമ്പുകോർത്തത് കൗതുക കാഴ്ചയായി. കട്ടും ആക്ഷനുമില്ലാത്ത കമ്പപ്പോരിൽ തിളക്കമുള്ള വിജയം മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു സിനിമാ താരങ്ങളുടെ പട പോരിനിറങ്ങിയത്. വീറോടെ വടം പിടിച്ച് നാത്താൻ കേസുകോട് സിനിമയിലെ ജഡ്ജ് പി കുഞ്ഞികൃഷ്ണനും രാജേഷ് അഴീക്കോടനും മറിമായം മുന്നിരാജും അഡ്വക്കേറ്റ് സി ശുക്കൂറും മറ്റ് താരങ്ങളുമാണ് സെലിബ്രിറ്റി ടീമിനായി നിലയുറപ്പിച്ചത്. മറുഭാഗത്താകട്ടെ AK അഷ്റഫ് MLAയും TK രാജനും K മണികണ്ഠനും മുന്നിലായി നിലയുറപ്പിച്ച പൊതുപ്രവർത്തകരുടെ ടീമും പോരിന് തയ്യാറായി. ഏത് കൊലകൊമ്പനെയും മുട്ടുകുത്തിക്കുവാൻ പോന്ന അനുഭവക്കരുത്ത് തങ്ങൾക്കുണ്ടെന്ന് പൊതുപ്രവർത്തകർ ആദ്യ വലിയിൽ തന്നെ കാട്ടിക്കൊടുത്തു. രണ്ടാം വലിയിലും പൊതുപ്രവർത്തകരുടെ ശക്തിക്ക് മുന്നിൽ താരപ്രഭ നിഷ്പ്രഭമായി. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഇതാ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊമ്പുകോർക്കുന്ന പോരാട്ട വീര്യം തീർക്കുകയാണ് ഈ സൗഹാർദ്ദ മത്സരം. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ആവേശപൂർണ്ണമായ ആർപ്പുകളികളിതാ ഇവിടെ പ്രശ്നം. രാഷ്ട്രീയം വിഭിന്നമാണെങ്കിലും പൊതുപ്രവർത്തകർ 8 പേരും ഒരേ മനസ്സോടെ ആഞ്ഞു വലിച്ചപ്പോൾ സ്ക്രീനിലെ താരങ്ങൾ മുന്നോട്ടാഞ്ഞു വീണു. സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ പരാജയം സമ്മതിച്ച സിനിമാ താരങ്ങൾ വിജയികളോടൊപ്പം തന്നെ കയ്യടി ഏറ്റുവാങ്ങി. കായിക മേഖലയിലേക്ക് നമ്മുടെ പുതുതലമുറയെ കൊണ്ടുവരുന്നതിന് ഏറ്റവും ആവേശകരമായ ഒരു തീരുമാനമാണ് കാസർഗോഡ് പ്രസ് ക്ലബ്ബ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മത്സരം തീർച്ചയായും കാസർഗോഡിന്റെ പ്രയാണപഥത്തിൽ മതേതരത്വവും സ്നേഹവും മാനവീയതയും ഊട്ടിയുറപ്പിക്കുന്ന മികച്ച ഒരു അടയാളമായി ചരിത്രത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിസിലടിക്കുമ്പോ മെയില് പോന്നു, മെയില് വണ്ടി, ആ വണ്ടി പോലെ ആന അങ്ങോട്ട് നമ്മെ ചളിക്കണ്ടത്തിൽ വീണു. അങ്ങനത്തെ രസമല്ല ഒരുപാട്. ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടു, ഒരുപാട് സന്തോഷം. ഗംഭീര പരിപാടിയാണ്. പ്രസ് ഫോറത്തിന്റെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. തുല്യമായ വെയിറ്റ് ഉള്ളവർ തമ്മിലായിരിക്കും എടുക്കാൻ പറ്റും. നേരത്തെ ഉണ്ണി പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് ആനയും ഒരു ഭാഗത്ത് ഉറുമ്പുകൾ എന്ന നിലയിലായി പോയി മത്സരം. ഏതായാലും ഇതിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ പരാജയം പൂർണ്ണമായി സംഭവിച്ചിരിക്കുന്നു. സിബി തോമസ്, ഷീന ക്ലായിക്കോട്, സി നാരായണൻ, ബീന കൊടക്കാട് എന്നിവരായിരുന്നു വടംവലിയിൽ പങ്കെടുത്ത മറ്റ് സിനിമാ താരങ്ങൾ. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, KA മുഹമ്മദ് ഹനീഫ, CU ജെയിംസ്, സഹീർ ആസിഫ്, KM ഹനീഫ എന്നിവരാണ് പൊതുപ്രവർത്തകർക്കായി വടംവലിച്ച മറ്റുള്ളവർ. പ്രസ് ക്ലബ്ബ് കെട്ടിടത്തിന് സമീപത്തെ വെൽഫിറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം നടന്നത്. സംസ്ഥാനത്തെ പ്രസ് ക്ലബ്ബ് ടീമുകൾക്കൊപ്പം KUWJ സംസ്ഥാന കമ്മിറ്റിയുടെ ടീമും മത്സരത്തിൽ പങ്കെടുത്തു. ഇതോടൊപ്പം കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉത്തര കേരള വടംവലി മത്സരവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 77.81% വിജയം. ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയശതമാനം കുറവാണ്. ഏറ്റവും കൂടുതൽ വിജയശതമാനം എറണാകുളം ജില്ലയിലും കുറവ് കാസർഗോഡ് ജില്ലയിലുമാണ്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിച്ചത്. ഹയർ സെക്കൻഡറിയിൽ 77.81% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കഴിഞ്ഞ വർഷം ഇത് 78.69% സയൻസ് ഗ്രൂപ്പിൽ 83.25 വിജയം. ഹ്യൂമാനിറ്റീസിൽ 69.16, കൊമേഴ്സിൽ 74.21 എന്നിങ്ങനെയാണ് വിജയ ശതമാനം. സർക്കാർ സ്കൂളുകളിൽ 73.23% വിദ്യാർത്ഥികൾ വിജയിച്ചു. എയ്ഡഡ് സ്കൂളുകളിൽ 82.16, അൺഎയ്ഡഡ് സ്കൂളുകളിൽ 75.91 എന്നിങ്ങനെയാണ് വിജയ ശതമാനം.
എറണാകുളം ജില്ലയിലാണ് വിജയശതമാനം കൂടുതൽ. 83.09% വിജയം. വിജയശതമാനം കുറവ് കാസർഗോഡ് ജില്ലയിലാണ്. 71.09%. 2025 മാർച്ച് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 2002 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,70,642 പേർ പരീക്ഷ എഴുതി. പരീക്ഷയിൽ 2,80,8,394 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം 77.81%. മുൻവർഷം ഇത് 78.69%. 78.69% വ്യത്യാസം എന്ന് പറയുന്നത് 0.88% കുറവ്. വിജയശതമാനം ഏറ്റവും കൂടിയ ജില്ല എറണാകുളം 83.09%, 83.09. വിജയശതമാനം ഏറ്റവും കുറഞ്ഞ ജില്ല കാസർഗോഡ് 71.09. ജൂൺ 23 മുതൽ 27 വരെ സേ പരീക്ഷ നടക്കും. 4,44,707 വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 26,178 പേരും പരീക്ഷ എഴുതി. SSLC പരീക്ഷാഫലം വന്ന് 12 ദിവസങ്ങൾക്ക് ശേഷമാണ് +2 ഫലവും സർക്കാർ പുറത്തുവിടുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വന്യജീവി ആക്രമണത്തിനെതിരെ CCF ഓഫീസിന് മുന്നിൽ നടത്തുന്ന ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമുള്ള കർഷക മുന്നേറ്റ ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ചു. ബോവിക്കാനത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര മേഖലകളിലാണ് ജാഥ പര്യടനം നടത്തുന്നത്. വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തുക, ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യജീവികളെ കൊല്ലുവാൻ അനുവദിക്കുക, നാട്ടിലിറങ്ങുന്ന പന്നിയെ വെടിവെച്ച് കൊന്നാൽ അതിൻ്റെ മാംസം ജനങ്ങൾക്ക് ഉപയുക്തമാക്കുക, മനുഷ്യന് ജീവഹാനി സംഭവിച്ചാൽ നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക, കൃഷി നശിച്ചാൽ ലഭ്യമാകുന്ന നഷ്ടപരിഹാരം ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി കേരള കർഷക സംഘം മെയ് 30, 31 തീയതികളിലായി തിരുവനന്തപുരം ഫോറസ്റ്റ് ഹെഡ് ഓഫീസിന് മുന്നിൽ രാപ്പകൽ ഉപരോധ സമരം സംഘടിപ്പിക്കുകയാണ്. ഈ സമരത്തിൻ്റെ പ്രചരണാർത്ഥമുള്ള കർഷക മുന്നേറ്റ ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ചു. ബോവിക്കാനത്ത് കിസാൻ സഭ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. ഈ ചില വന്യമൃഗങ്ങളെ, വലിയ രീതിയിൽ ശല്യമായി തീരുന്ന വന്യമൃഗങ്ങളെ വെർമിൻ എന്ന രീതിയിൽ തീരുമാനിച്ചുകൊണ്ട് കൊല്ലാൻ അനുവദിക്കാം. നമ്മൾ ആവശ്യപ്പെടുന്നത് ആ അവകാശം അത് സംസ്ഥാന സർക്കാരുകളുടെ അവകാശമാവണം. സംസ്ഥാന സർക്കാരുകൾക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം നേരിടേണ്ടി വരുന്നത്. കേരളത്തിൽ ഒരു വർഷം ഈ വന്യമൃഗശല്യം കാരണം ആയിരക്കണക്കിന് കോടിയാണ് നഷ്ടം കർഷകർക്ക് ഉണ്ടാവുന്ന, ഈ സംസ്ഥാനത്തിന് ഉണ്ടാവുന്ന നഷ്ടമാണ്. അപ്പോൾ അതിനെ നേരിടാനുള്ള വഴികൾ എന്താണ്, അതും തീരുമാനിക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു പങ്ക് വഹിക്കാൻ അനുവദിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ആ രീതിയിൽ കേന്ദ്ര സർക്കാർ, BJP സർക്കാർ ഒരു വിധത്തിലും ആ ദിശയിലോട്ട് ആലോചിക്കുന്ന പോലുമില്ല. അതാണ് സാഹചര്യം. വന്യമൃഗങ്ങളെ വേട്ടയാടി പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യണമെന്നല്ല, വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷിക്കാരെ രക്ഷിക്കണം. മനുഷ്യൻ്റെ ആഹാരമാകുന്നുണ്ട്, ആഹാരമായി കഴിച്ചോട്ടെ. അതുകൊണ്ട് വന്യമൃഗങ്ങളുടെ ഈ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തിൽ കാലോചിതമായ ഭേദഗതി വരുത്തിയാലേ പറ്റൂ. EP ജയരാജൻ ജാഥ ലീഡറും വത്സൻ പാനോളി ജാഥ മാനേജരുമായുള്ള ജാഥയിൽ M പ്രകാശൻ മാസ്റ്റർ, ഓമല്ലൂർ ശങ്കരൻ, SK പ്രീജ, CH കുഞ്ഞമ്പു MLA, CK രാജേന്ദ്രൻ, DK മുരളി, KJ ജോസഫ്, NR സക്കീന എന്നിവർ അംഗങ്ങളാണ്. 29 വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര മേഖലകളിൽ ജാഥ പര്യടനം നടത്തും. മെയ് 30 തിരുവനന്തപുരം ഫോറസ്റ്റ് ഹെഡ് ഓഫീസിന് മുന്നിലെ രാപ്പകൽ ഉപരോധ സമരം കിസാൻ സഭ അഖിലേന്ത്യാ പ്രസിഡന്റ് അശോക് ദാവളെ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി കുമ്പളയിലെ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ട റോഡ് അടച്ചിട്ടു. ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കുവാനുള്ള മറ്റു വഴികൾ കാണിച്ച് ബോർഡുകൾ സ്ഥാപിച്ചിട്ടും യാത്രക്കാരെ നടുറോട്ടിൽ ഇറക്കിവിട്ട ബസ്സുകൾ. പ്രതിഷേധത്തിൽ യാത്രക്കാർ. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി കുമ്പള ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ട റോഡ് അടച്ചിട്ടതിനെ തുടർന്ന് യാത്രക്കാരെ നടുറോട്ടിൽ ഇറക്കിവിട്ട ബസ്സുകാർ. കാസർഗോഡ് നിന്നും മംഗലാപുരത്ത് നിന്നും എത്തുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ പ്രവേശിക്കുവാൻ മറ്റു വഴികൾ വിന്യസിച്ച് നൽകിയിട്ടും ദുരവസ്ഥ തുടരുകയാണ്.
കാസർഗോഡ് നിന്നും വരുന്ന ബസ്സുകൾ സർവീസ് റോഡിൽ കയറി കുമ്പള റെയിൽവേ സ്റ്റേഷൻ അണ്ടർപാസിലൂടെ കുമ്പള ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ടതാണ് എന്നും മംഗലാപുരം ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ കുമ്പള ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിനടുത്ത് നിന്നും സർവീസ് റോഡിൽ കയറി ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ടതാണ് എന്നും അറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും ശ്രദ്ധിക്കാതെ ബസ്സുകാർ യാത്രക്കാരെ ഹൈവേയിൽ ഇറക്കിപ്പോകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കുമ്പള ടൗണിനകത്തേക്ക് നാഷണൽ ഹൈവേയുടെ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബസ്സുകൾ ഇപ്പോൾ താൽക്കാലികമായി മുകളിലേക്ക് വരാൻ പാടില്ല എന്ന് ഒരാഴ്ച മുമ്പ് ULCC ബോർഡ് വെച്ചതാണ്. പക്ഷേ ആ ബോർഡൊന്നും ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് ബസ്സുകൾ നേരെ ഹൈവേയിൽ തന്നെ വന്നുകൊണ്ട് ഹൈവേയിൽ തന്നെ ആളിറക്കുകയും ഹൈവേ അതായത് കാസർഗോഡ് സൈഡിൽ നിന്നും മംഗലാപുരത്ത് സൈഡിൽ നിന്ന് വരുന്ന 2 വാഹനങ്ങൾ ചീറിപ്പായുന്ന സമയമാണ്. അപ്പോൾ ആൾക്കാർക്ക് ക്രോസ് ചെയ്തതിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടതാണ്. വാഹനങ്ങൾ ചീറിപ്പായുന്ന കുമ്പളയിലെ ഹൈവേയിൽ നിന്നും റോഡ് മുറിച്ചു കടക്കുവാൻ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യാത്രക്കാർ പണിപ്പെടുന്ന കാഴ്ച ഏറെ ദയനീയമാണ്. ദൂരെ നിന്നും വേഗതയിലെത്തുന്ന വാഹനങ്ങൾ ചെറിയ ബോർഡായതിനാൽ അറിയിപ്പ് ശ്രദ്ധിക്കാതെ പോകുന്നതാകാമെന്നും നാട്ടുകാർ പറയുന്നു. സാഹചര്യം മനസ്സിലാവാതെ കുമ്പളയിലെത്തുന്ന യാത്രക്കാർ എങ്ങോട്ട് പോകണമെന്ന് പോലും മനസ്സിലാവാതെ നിൽക്കുന്ന സാഹചര്യവും നിലവിലുണ്ട്. റോഡിൽ യാത്രക്കാരെ ഇറക്കിവിടുവാൻ ബസ്സുകൾ നിർത്തുന്നത് കടുത്ത ഗതാഗത തടസ്സവും സൃഷ്ടിക്കുന്നുണ്ട്. ബസ്സുകളെ അതത് വഴികളിലൂടെ ബസ് സ്റ്റാൻഡിലേക്ക് തിരിച്ചുവിടാൻ പോലീസ് സഹായം ലഭ്യമായാൽ അപകടാവസ്ഥ ഒഴിവാക്കാമെന്നും യാത്രക്കാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എണ്ണപ്പാറയിലെ ദളിത് പെൺകുട്ടിയുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിഷേധിച്ച് വ്യവസായി വിദ്യാധരൻ കാട്ടൂർ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും വിദ്യാധരൻ കാട്ടൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 17-കാരിയായ പെൺകുട്ടിയുടെ ദുരൂഹമരണത്തിൽ പെൺകുട്ടിയുമായോ മരണവുമായി ബന്ധമുണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന വ്യക്തികളുമായോ തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് പാണത്തൂരിലെ വ്യവസായിയും കാഞ്ഞങ്ങാട്ടെ താമസക്കാരനുമായ വിദ്യാധരൻ കാട്ടൂർ പറയുന്നത്. താൻ വിദേശത്തേക്ക് കടന്നുവെന്നും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിച്ചുവെന്നുമുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. എന്നാൽ ഈ കേസിൽ തന്നെ ഇതുവരെ ചോദ്യം ചെയ്യുകയോ പ്രതി ചേർക്കുകയോ ചെയ്തിട്ടില്ല. ആരോപണമുന്നയിച്ച കേരള പട്ടികജാതി സമാജം ഭാരവാഹികൾക്കും തന്റെ പേര് പരാമർശിച്ച് വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ഏതറ്റം വരെയും നിയമപരമായി പോരാടുമെന്നും ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും വിദ്യാധരൻ കാട്ടൂർ കൂട്ടിച്ചേർത്തു. വാർത്തയിൽ പ്രതിപാദിച്ചതുപോലെ വ്യവസായിയും ബസ്സുടമയുമായ വിദ്യാധരൻ കാട്ടൂർ വിദേശത്തേക്ക് കടന്നു, ഒപ്പം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു വിളിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തയ്ക്ക് മറുപടിയായി വിദേശത്തേക്ക് കടന്ന വിദ്യാധരൻ കാട്ടൂർ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ ഉള്ളത്. ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചതിൻ്റെ മറുപടിയുമായി ഇതുവരെയും ക്രൈംബ്രാഞ്ച് നോട്ടീസ് ലഭിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ചിലാരും പോലീസ് ഉദ്യോഗസ്ഥരാരും വിളിച്ചിട്ടില്ല. വിദ്യാധരൻ എന്ന എൻ്റെ പേരിൽ ഇതുവരെയും യാതൊരുവിധ കേസുകളും ഇല്ല. ബേളൂർ തങ്കരാജ്, MK ഭാസ്കരൻ അട്ടേങ്ങാനം, ബാലഗോപാലൻ കക്കാണത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ വൈക്കത്ത് കാരുണ്യ പുരുഷ സ്വയം സഹായ സംഘം നേതൃത്വത്തിൽ വിവിധ തലങ്ങളിലെ ഉന്നത വിജയികളെ അനുമോദിച്ചു. നടക്കാവ് മിഥിലജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വൈക്കത്ത് മൈത്താണി പ്രദേശങ്ങളിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് കാരുണ്യ പുരുഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. BSc ഫിസിക്സിൽ ഉന്നത വിജയം നേടിയ രേവതി രാജ്, SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ K നിരാമയ്, K ആഗ്നേയ, ജെറിൻ ലിനോ ജോസഫ്, USS സ്കോളർഷിപ്പ് നേടിയ A ആരാധ്യ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മാരകമായ അസുഖങ്ങൾ ക്ഷണിച്ചു വരുന്ന, ഇപ്പം ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൈവ പച്ചക്കറി കൃഷി നമ്മൾ എന്തായാലും പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളെ ഈ കാരുണ്യ പുരുഷ സ്വയം സഹായ സംഘം ചെയ്യുന്ന ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് കാണുകയാണ്. ഇത് വിപുലപ്പെടുത്തുന്നത് വ്യാപകമായി ചെയ്യാൻ വേണ്ടിയാണ്. വാഴ കൃഷി മാത്രമല്ല, അതുകൂടാതെ മറ്റ് പച്ചക്കറി കൂടി ചെയ്യാൻ വേണ്ടി കഴിയണം. അങ്ങനെ നമ്മുടെ പുതുതലമുറക്ക് വലിയൊരു സന്ദേശം നൽകാൻ കഴിയണം. അതോടൊപ്പം ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം എല്ലാ സ്ഥലത്തും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരുണ്യ പുരുഷ സംഘം പ്രസിഡന്റ് ജെയ്സൺ ജോസ് അധ്യക്ഷത വഹിച്ചു. ദിലീഷ് കരയാപ്പള്ളി, K ചന്ദ്രൻ, C സുരേഷ്, K രാജൻ, K സുകുമാരൻ മാസ്റ്റർ, E രാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സംഘം കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും സൗഹൃദ സദ്യയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ ദേശീയപാതയിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു.
യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് ഇവിടെ മേൽപ്പാലം നിർമ്മിക്കുന്നത്. മഞ്ചേശ്വരം രാഘം ജംഗ്ഷനിൽ ദേശീയപാതയിൽ യാത്രക്കാർക്ക് ഇരുദിശകളിലേക്കും കടക്കുവാൻ കഴിയുന്ന തരത്തിൽ നിർമ്മിക്കുന്ന കാൽനട മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷന് സമീപം ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്ന് ചിലർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നാഷണൽ ഹൈവേ ആക്ഷൻ കമ്മിറ്റിയും ഗ്രാമവാസികളും ആവശ്യപ്പെട്ട സ്ഥലത്താണ് ഇപ്പോൾ പണി ആരംഭിച്ചിരിക്കുന്നത്. ഇതിനെ നാഷണൽ ഹൈവേ ആക്ഷൻ കമ്മിറ്റിയും ഗ്രാമവാസികളും സ്വാഗതം ചെയ്തു. കാൽനടയ്ക്കായുള്ള മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് പ്രശ്നം പരിഹരിക്കപ്പെടുകയും സുഗമമായ ഗതാഗതത്തിന് വഴിയൊരുക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോവിന്ദപ്പൈ ഗവൺമെൻറ് കോളേജിലേക്കും കണ്ണൂർ ലോ യൂണിവേഴ്സിറ്റിയിലേക്കും പ്രവേശനം നൽകുന്നതിനായി റെയിൽവേ സ്റ്റേഷൻ ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗോവിന്ദപ്പൈ കോളേജിന് സമീപം ഫ്ലൈ ഓവർ നിർമ്മിക്കുവാനുള്ള തീരുമാനം ചിലരുടെ സമ്മർദ്ദത്തെ തുടർന്ന് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ പാസാക്കിയെങ്കിലും ഗ്രാമവാസികളുടെ വ്യാപകമായ എതിർപ്പിനെ തുടർന്നാണ് ഇപ്പോൾ നിലവിലെ സ്ഥലം തിരഞ്ഞെടുത്തത്. അബ്ദുല്ലഹിമാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് പണി സൈറ്റിലേക്ക് പോവുകയായിരുന്ന ടോറസ് വാഹനം മുഗ്രാൽ മേൽപ്പാലത്തിന് മുകളിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു ടോറസ് വാഹനത്തിന് പിന്നിൽ നിയന്ത്രണം തെറ്റിയിടിച്ചു. വാഹനത്തിൽ കുടുങ്ങിയ ഡ്രൈവറെ അഗ്നിരക്ഷാസേനയെത്തി അരമണിക്കൂർ ശ്രമഫലമായി പുറത്തെടുത്തു. വ്യാഴാഴ്ച രാവിലെ 6 മണിയോടുകൂടി മംഗലാപുരത്ത് നിന്നും ജില്ലി കയറ്റി പയ്യന്നൂർ പണി സൈറ്റിലേക്ക് പോകുന്ന ടോറസ് വാഹനം മൊഗ്രാൽ മേൽപ്പാലത്തിന് മുകളിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു ടോറസ് വാഹനത്തിന് പിന്നിൽ നിയന്ത്രണം തെറ്റി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ ക്യാബിൻ തകർന്ന് ഡ്രൈവർ തൃശൂർ കൊടകര സ്വദേശി ജോബി ബിജു ക്യാബിന്റെയും സ്റ്റിയറിംഗിന്റെയും ഇടയിലകപ്പെട്ട് പുറത്തു കടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. നാട്ടുകാർ കാസർഗോഡ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചതിനെ തുടർന്ന് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VN വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങൾ ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് അരമണിക്കൂർ ശ്രമഫലമായി ക്യാബിനും സ്റ്റിയറിംഗ് റോഡും മുറിച്ച് നീക്കം ചെയ്ത് ഡ്രൈവറെ പുറത്തെത്തിക്കുകയായിരുന്നു. കാലിന് പരിക്ക് പറ്റിയ ഇയാളെ സ്വകാര്യ ആംബുലൻസിൽ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. സേനാംഗങ്ങളായ അജേഷ് KR, രാജേഷ് P, അമൽരാജ് T, ജിതിൻ കൃഷ്ണൻ KV, ഹോംഗാർഡ് പ്രവീൺ TV എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോകാരാധ്യനായ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം സദ്ഭാവനാ ദിനമായി തൃക്കരിപ്പൂർ സദ്ഭാവനയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കാസർഗോഡ് ഡയറ്റ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ M. ബാലൻ ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി അനുസ്മരണ സമ്മേളനത്തിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 53 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ക്യാഷ് അവാർഡുകളും മൊമന്റോകളും വിതരണം ചെയ്തു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡയറ്റ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ M. ബാലൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് നടപ്പാക്കിയ വിവര സാങ്കേതിക വിദ്യയ്ക്ക് അടിത്തറ പാകിയ രാജീവ് ഗാന്ധിയെ യുവതലമുറ എന്നും സ്മരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരതം മുന്നോട്ട് വെച്ച മതസൗഹാർദ്ദത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ആത്മാവ് കണ്ടറിഞ്ഞ അസുലഭമായ ഒരു സന്ദർഭമായിട്ടാണ് ലോകം ഈ ഒരു സന്ദർഭത്തെ അടയാളപ്പെടുത്തുന്നത്. താൻ ഇന്ന് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയായാൽ താൻ മൊട്ടയടിക്കുമെന്നും താൻ വെള്ള സാരി ഉടുക്കുമെന്നും താൻ കടല മാത്രം ഭക്ഷിച്ച് വിധവയെ പോലെ ജീവിക്കുമെന്നും ഒക്കെ പറഞ്ഞ ആ രാഷ്ട്രീയ നേതാവ് മരിച്ചപ്പോൾ സിന്ദൂരമണിഞ്ഞ് സാരി ഉടുത്ത് അവരുടെ ശരീരം അവർക്ക് ആ ആദരാഞ്ജലി അർപ്പിക്കാൻ ആദ്യമെത്തിയ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാൾ സോണിയാഗാന്ധി ആയിരുന്നു. ചടങ്ങിൽ സദ്ഭാവന പ്രസിഡന്റ് K. ശശി അധ്യക്ഷത വഹിച്ചു. രഞ്ജിത്ത് നാറാത്ത് രാജീവ് ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി. സദ്ഭാവന സെക്രട്ടറി KK സജിത്ത്, ട്രഷറർ E. രാജേന്ദ്രൻ, K. ശ്രീധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ ഗാന്ധി സെന്റിനറി മെമ്മോറിയൽ കുഞ്ഞിരാമൻ വക്കീൽ സ്മാരക അവാർഡ് ജേതാവും ഗാന്ധിയൻ പ്രവർത്തകനുമായ KV രാഘവൻ മാസ്റ്ററെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബദിയടുക്ക മുനിയൂർ വിദ്യാഗിരി റോഡിൽ ശക്തമായ മഴയിൽ മരം കടപുഴകി വീണ് കടയുടെ മേൽക്കൂര തകർന്നു. കടയ്ക്കുള്ളിലുണ്ടായിരുന്ന 2 പേർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. മുനിയൂർ വിദ്യാഗിരി റോഡിലാണ് വഴിയരികിലെ മരം കടപുഴകി റോഡിലേക്ക് വീണത്. വീഴ്ചയിൽ റോഡരികിലെ കടയുടെ മേൽക്കൂര തകർന്നു. സംഭവ സമയത്ത് കടയ്ക്കുള്ളിലുണ്ടായിരുന്ന 2 പേർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. റോഡിൽ മരം വീണതിനെ തുടർന്ന് 2 മണിക്കൂറോളം വിദ്യാഗിരിയിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റുകയായിരുന്നു. സംഭവം അറിഞ്ഞ് ബദിയടുക്ക പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ പലയിടത്തും വിള്ളലും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തതോടെ ആശങ്കയിലാണ് ജനങ്ങൾ.
കല്യാൺ റോഡിന് സമീപവും കൂളിയങ്കാലിലും സർവീസ് റോഡ് ഇടിഞ്ഞു വീണത് പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ വിള്ളലും സർവീസ് റോഡ് ഇടിഞ്ഞു വീഴുന്നതും കനത്ത ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. കല്യാൺ റോഡിൽ സർവീസ് റോഡിന്റെ ഒരു ഭാഗം ചൊവ്വാഴ്ച രാവിലെയോടെയാണ് ഇടിഞ്ഞു വീണത്. ഏകദേശം 10 മീറ്ററോളം ഭാഗം തകർന്നു. റോഡ് ഇടിഞ്ഞതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുത തൂണുകൾ മാറ്റി സ്ഥാപിക്കാത്തതിനാൽ ഇവിടെ സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് കരാർ കമ്പനി പറയുന്നത്. ഇവിടെ ഓവുചാൽ നിർമ്മാണവും പൂർത്തിയായിട്ടില്ല. മണ്ണിട്ട് നികത്തിയാണ് സർവീസ് റോഡ് നിർമ്മിച്ചത്. ചില ഭാഗത്ത് 3 മീറ്റർ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇതിന് താഴെയായി ഒട്ടേറെ വീടുകൾ ആണുള്ളത്. നല്ല രൂപത്തിൽ ഗതാഗത സൗകര്യമുണ്ടായ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ ഇപ്പോൾ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം. ഈ റോഡ് നിർമ്മാണത്തിൽ അപാകതയാണ് വാസ്തവത്തിൽ രൂപത്തിലെത്തിക്കുന്നത്. ഇപ്പോൾ മഴ ആരംഭിച്ചതുള്ളൂ, കാലവർഷം ആരംഭിച്ചിട്ടില്ല. പിന്നെ കാലവർഷം കൂടി വന്നാൽ എന്തായിരിക്കും സ്ഥിതി? 6 വരിപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂറ്റൻ മതിൽ വന്നപ്പോൾ ഏറ്റവും വലിയ ടൗൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പറയുന്ന നമ്മുടെ കൂളിയങ്കാലി ഇന്ന് 2 നാളായി മാറി എന്നുള്ളതാണ്. ഇപ്പോൾ റോഡിൻ്റെ വീതി കുറഞ്ഞു. ആ റോഡിൽ തന്നെ കുണ്ടും കുഴി നിർത്തുകാരും ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന അവസ്ഥയില്ല. നമസ്കാരം. എൻ്റെ തൊട്ടടുത്ത് ഇത് എൻ്റെ വീടാണ്. നമ്മൾക്ക് തന്നെ പോയിട്ട് വരാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉള്ളത്. നമ്മൾ ഭാര്യന് ഒരു വർഷം ഇറങ്ങിയപ്പം തലക്ക് വീണ്. ഇവിടെ ഇതിന് ആദ്യം സംവിധാനം ഉണ്ടാക്കുന്ന വെച്ചാൽ നമ്മൾ ജനങ്ങൾക്കില്ല. നമ്മൾ വികസനം എന്ന് പറഞ്ഞാൽ വികസനത്തിന് വേണ്ടി നമ്മൾ സഹകരിച്ച് അപ്പോൾ ഇങ്ങോട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അതിൽ കിട്ടണത് നമ്മൾ ജനങ്ങൾക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കാം. നമ്മൾ ഒരു വണ്ടി വെക്കാൻ സൗകര്യം ഉണ്ടാകും, നടന്നു ഇതൊക്കെ അത് സൗകര്യമാണല്ലോ. അതിലാണ് നമുക്ക് ഒരു വീട് മാത്രം ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല. അപ്പം ആദ്യം ഇത് അറിയുന്നില്ല. ഈ അവസ്ഥ നമ്മൾ അറിയുന്നെങ്കിൽ ഈ സ്ഥലം നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. നമ്മളിതിന് പരിപൂർണ്ണമായി എടുക്കുന്നതിന് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിനെന്താക്കുക ഇന്ന് എല്ലാവരും പറയുന്ന പോലെ ഇത് മേലധികാരി ആരും ഇവിടെ ഇതിൽ തിരിഞ്ഞു നോക്കിയില്ല. തൊട്ടടുത്ത് ഇവിടെ നമ്മൾ ഈ വാർഡ് കൗൺസിലർ അല്ലാണ്ട് നമ്മൾ മറ്റെല്ലാവരും ആരും കുറ്റപ്പെടുന്നില്ല. എല്ലാ സംഭവം അറിഞ്ഞിട്ടുന്നില്ല. ഇപ്പോൾ ഇന്നലെ ന്യൂസ് വന്നതിന് ശേഷമാണ് ഇത് ജനങ്ങളിലേക്ക് അറിഞ്ഞത്. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് കൂളിയങ്കാലിൽ സർവീസ് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. റിട്ടേണിംഗ് വാൾവും അതുപോലെ തന്നെ ഡ്രെയിനേജും അതില്ലാത്തടത്തും കാലം ഇങ്ങനെ ഒരു റോഡ് ഉണ്ടാക്കിക്കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നാണ് ഇവിടെ നിങ്ങൾക്ക് പറയാനുള്ളത്. മഴ ശക്തമായതോടെ ചട്ടഞ്ചാൽ, തെക്കിൽ, വീരമലക്കുന്ന്, മട്ടലായി ഭാഗങ്ങളിൽ കുന്നിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇവിടെ അടിപ്പാതകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും പതിവാണ്. ഒരു മഴ പെയ്തപ്പോൾ തന്നെ റോഡുകളിൽ ഇത്തരത്തിൽ വിള്ളൽ രൂപപ്പെട്ടതും സർവീസ് റോഡുകൾ ഇടിഞ്ഞു വീഴുന്നതും കനത്ത ആശങ്കയ്ക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. KSSPA സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് PP കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. R രാജൻ കുരുക്കൾ സംഘടനാ പ്രവർത്തനം താഴെത്തട്ടിൽ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് T വിനയദാസ് 2025 ലക്ഷ്യം 1 ലക്ഷം അംഗങ്ങൾ എന്ന വിഷയം അവതരണം നടത്തി. KV മുരളി, K രാമകൃഷ്ണൻ, MP വേലായുധൻ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം V മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോക ജൈവ വൈവിധ്യ ദിനം ആചരിച്ചു. തേജസ്വിനി പുഴയോരത്ത് പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞനുമായ PV ദിവാകരൻ സ്വന്തമായി നടപ്പാക്കി വരുന്ന ജീവനം പദ്ധതിയും നീലേശ്വരം ക്ലബ്ബും ചേർന്ന് 500 കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് തുടക്കം കുറിച്ചു. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തേജസ്വിനി പുഴയോരത്ത് പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞനുമായ PV ദിവാകരൻ സ്വന്തമായി നടപ്പിലാക്കി വരുന്ന ജീവനം പദ്ധതിയും നീലേശ്വരം ഇന്നർ വീൽ ക്ലബ്ബും ചേർന്ന് 500 കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് തുടക്കം കുറിച്ചു. നീലേശ്വരം ഇന്നർ വീൽ ക്ലബ്ബ് പ്രസിഡന്റ് ബിന്ദു മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നഗരസഭാ വൈസ് ചെയർമാൻ PP മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം ഇന്നർ വീൽ ക്ലബ്ബ് പ്രസിഡന്റ് ബിന്ദു മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഷീജ E സ്വാഗതം പറഞ്ഞു. ജീവനം പദ്ധതിയിലെ പ്രവർത്തനങ്ങളെപ്പറ്റി ദിവാകരനും പരിസ്ഥിതി സംരക്ഷണ ആവശ്യകതയെക്കുറിച്ച് നെയ്തൽ പ്രസിഡന്റ് പ്രവീൺ കുമാറും സംസാരിച്ചു. നീലേശ്വരം നഗരസഭാ കൗൺസിലർമാരായ വിനയ രാജ്, റഫി കോട്ടപ്പുറം, ബിന്ദു സതീശൻ, ചാർട്ടർ പ്രസിഡന്റ് രമ കരുണാകരൻ, ഡോക്ടർ സുലേഖ രാമകൃഷ്ണൻ, AK രാമകൃഷ്ണൻ, K ദാമോദരൻ, ഉഷ ദാമോദരൻ, യമുന K നായർ, ഷീബ ശ്രീധരൻ, ശാന്തകുമാരി, ആനന്ദവല്ലി എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി സലീല മോഹൻ നന്ദി പറഞ്ഞു. യോഗത്തിന് ശേഷം ദിവാകരൻ കടിഞ്ഞുമൂലയുടെ നേതൃത്വത്തിൽ
നഗരസഭാ ഭാരവാഹികളും നാട്ടുകാരും ഇന്നർവീൽ ക്ലബ് മെമ്പർമാരും ചേർന്ന് പുഴയോരത്ത് കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർകോട്ട് ആവേശത്തിരയിളക്കി സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പ്. മാധ്യമപ്രവർത്തകരുടെ വീറും വാശിയും പ്രകടമായ കമ്പപ്പോരിൽ മലപ്പുറം പ്രസ് ക്ലബ് ജേതാക്കളായി. കമ്പത്തെട്ടിൽ ആവേശമുയർത്തി ജനപ്രതിനിധികളും സെലിബ്രിറ്റി താരങ്ങളും കൊമ്പുകോർത്തപ്പോൾ അത് കൗതുക കാഴ്ചയായി. കാസർഗോഡ് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സിനിമാ താരങ്ങളും പൊതുപ്രവർത്തകരും തമ്മിലുള്ള സൗഹൃദ മത്സരം നടന്നത്. വന്യജീവി ആക്രമണത്തിനെതിരെ നടത്തുന്ന CCF ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമുള്ള കർഷക മുന്നേറ്റ ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി കുമ്പളയിലെ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ട റോഡ് അടച്ചിട്ടു. യാത്രക്കാരെ നടുറൂട്ടിൽ ഇറക്കിവിട്ട് ബസ്സുകൾ. പ്രതിഷേധത്തിൽ യാത്രക്കാർ. എണ്ണപ്പാറയിലെ ദളിത് പെൺകുട്ടിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിഷേധിച്ച് വ്യവസായി വിദ്യാധരൻ കാട്ടൂർ. കനത്ത മഴയിൽ ദേശീയപാതയിൽ പലയിടത്തും വിള്ളലും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തതോടെ ആശങ്കയിൽ ജനങ്ങൾ. കല്യാൺ റോഡിന് സമീപവും കൂളിയങ്കാലിലും സർവീസ് റോഡ് ഇടിഞ്ഞു വീണത് പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.